കില്ലാടികളെ നമ്മുടെ അഖിൽ മാരാർ നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 ആണ് തോന്നിയിട്ടുള്ളത്. അതിലെ ടൈറ്റിൽ വിന്നർ നമ്മുടെ അഖിൽ മാരാർ. പുള്ളിക്കാരൻ ഡയറക്ടറാണ്. പുള്ളിക്കാരൻ നല്ലൊരു ആക്ടിവിസ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ബോധമുള്ള ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ വാക്കും കാര്യങ്ങളൊക്കെ ഭയങ്കരമായ രീതിയിൽ ഒരു കട്ടുകട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറയുന്നതാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും ഭയങ്കരമായ രീതിയിൽ ഒരു വ്യത്യസ്തമായ ഒരു മനുഷ്യനാണ്. വ്യത്യസ്തമായ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഉറച്ചു നിൽക്കും. എന്ത് വാക്കാണെങ്കിൽ കില്ലടൽ എന്താണോ പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. ഞാൻ പുള്ളിക്കാരൻ്റെ അതുകൊണ്ടാണ് ബിഗ് ബോസ് കാണാൻ കാരണവും പുള്ളിക്കാരൻ ഫസ്റ്റ് വിന്നർ ആവാനുള്ള കാരണവും അതാണ് തോന്നുന്നത് കില്ലടലെ. അപ്പോൾ പുള്ളിക്കാരൻ വീഡിയോ ഇട്ടു, മാധ്യമമായ ഓളി അതിന് ക്യാപ്ഷൻ വയ്ക്കാം, മാധ്യമയ ഓളി അരുൺ കുമാറിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോഴും VS സാർ മരിച്ചപ്പോഴും ഒരു കാരണം പറഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മുടെ വേടൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ TV-യിൽ. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ വേടൻ്റെ ഒരു ഇന്റർവ്യൂ ആണ് കില്ലടർ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാരെ കൂടുതൽ കണ്ടു. എന്ന് വെച്ചാൽ അരുൺകുമാറിൻ്റെ കൂടെയാണ് സംഭവം. അപ്പോൾ അരുൺകുമാർ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സംസാരമൊക്കെ അറിയാമല്ലോ കില്ലടല്ലേ. ഭയങ്കരമായ രീതിയിൽ ആൾക്കാരെ ഒരു എൻഗേജ്ഡ് ആക്കാനുള്ള ഒരു സംസാരമാണ് അരുൺകുമാറിന്. നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഭയങ്കര എന്താ വെച്ചാൽ പുള്ളിക്കാരെ സംസാരം കേട്ടാൽ തന്നെ നമ്മൾ ഇരുന്ന് പോകില്ലല്ലോ. ഓഹോ അങ്ങനെയാണല്ലേ അവിടെ നമ്മൾ ഇരുന്ന് പോകും. ആ ഒരു സംഭവമാണ്. അപ്പോൾ അഖിൽ മാരാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അരുൺകുമാറിനെ കുറിച്ച്. അപ്പോൾ ഞാനത് വെക്കാകില്ല, എന്നിട്ട് ഞാൻ ബാക്കി പറയട്ടെ. എന്താ സംഭവം ചോദിച്ചാൽ അത് കേൾക്കേണ്ട സംഭവമാണ്. ഓക്കെ, എന്തൊക്കെ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഈ നാടിന് ഏറ്റവും ദോഷകരമാകത്തക്ക സംസ്കാരത്തിനും സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനും കുടുംബ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിനും ദോഷകരമായിട്ടുള്ള ആശയങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്ന ഒരു വിഷജന്തു. കഴിഞ്ഞ ദിവസം ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയും സഖാവ് VS അച്യുതാനന്ദനെയും തമ്മിൽ അത് അവരുടെ മരണശേഷം നടന്ന യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം, ഒരല്പം ബോധം ഇയാളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇയാൾക്ക് ഈ ബോധം തീരെ ഇല്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് വന്നിരുന്നതും ഇയാളുടെ വിവരക്കേടിൻ്റെ ഫലമായിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു വേടനുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ വേടന് പറഞ്ഞ കാര്യം. സത്യത്തിൽ അത് അബദ്ധമായിരുന്നു, വേടനെ പറ്റിയ ഒരു നാക്കുപിഴയായിരുന്നു. ഞാൻ പോലും എതിർത്തത് അതിനാണ്. പല ആൾക്കാരും ഞാൻ വേടനെ ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും വേടനെ ആക്ഷേപിച്ചിട്ടില്ല. പകരം ഞാൻ പറഞ്ഞത് വേടൻ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ അത് ശരിയല്ല എന്നായിരുന്നു ഞാനും പറഞ്ഞത്. പിന്നീട് പലരും വളച്ചൊടിച്ച് പലതും പറഞ്ഞിരുന്നെങ്കിലും അത് കേട്ടുകൊണ്ടിരുന്ന് അംഗീകരിച്ച ഈ പരമവിഡി ദളിത് സമൂഹത്തിനെ ഒന്നടങ്കം ആക്ഷേപിച്ചു. വേടനെ പറ്റിയൊരു അബദ്ധമായിരിക്കും, അത് തിരുത്തുന്നതിന് പകരം അത് കേട്ട് കറക്റ്റ് എന്ന് പറഞ്ഞ് അംഗീകരിച്ച ഒരു പരമവിഡ്ഢിയായ ഈ അരുൺകുമാറാണ് യഥാർത്ഥത്തിൽ വേടനെ കൂടി പൊതുസമൂഹത്തിൽ അപമാനിപ്പിച്ചത്. അല്ലെങ്കിൽ അതേസമയം തന്നെ തിരുത്തണമായിരുന്നു. ദളിത് സമൂഹം ജനിക്കുന്ന DNA മൂലമല്ല എന്ന് വേടൻ അറിയാതെ പറഞ്ഞൊരു കാര്യം. അപ്പോൾ അതിനെ ഇരുന്ന് അനുകൂലിക്കുകയും പിന്നീട് തനിക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്താലും ഒന്ന് ഭയപ്പെട്ട് ആ വീഡിയോ റിപ്പോർട്ടർ ചാനൽ ഇവർ നീക്കം ചെയ്യുകയും ചെയ്തു, ആ ഒരു ഏരിയ ഇവർ നീക്കം ചെയ്യുകയും ചെയ്തു. അതുപോലെ പലപ്പോഴായി പല അബദ്ധങ്ങളും പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കത്തക്ക രീതിയിൽ പിന്നെ ഇയാളുടെ വാർത്താ അവതരണം, വൈകാരികതയെ വിറ്റ് കാശാക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ. സമൂഹത്തിൽ ജനങ്ങളുടെ വൈകാരിക തലത്തെ ബാധിക്കുന്ന ഏതൊരു മാറ്റർ വന്നിട്ടുണ്ട്, അത് കൊറോണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കൊറോണ സമയത്ത് 24 ചാനലിലായിരുന്നു കൊറോണ സമയത്ത് ഇയാൾ. ആ സമയത്ത് ഇയാൾ റിപ്പോർട്ടിങ് നിങ്ങൾ കേൾക്കണം. കൊറോണ വന്ന് ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിൽ കഴിയുന്ന ഏതൊരു മനുഷ്യനും ആ സമയത്ത് ഈ അരുൺകുമാറിന്റെ റിപ്പോർട്ട് കേട്ടാൽ ആ നിമിഷം അറ്റാക്ക് വന്ന് ചാവും. അത്രയും ഭയപ്പെടുത്തുന്ന രീതിയിൽ ജനത്തെ ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ശരിതെറ്റുകൾ ബോധ്യപ്പെടുത്തി മനുഷ്യന് ആശ്വാസവും സമാധാനവും നൽകുന്നതിന് പകരം ഏതൊരു വിഷയത്തെയും വൈകാരികമാക്കി അങ്ങേ തലയ്ക്കൽ കൊണ്ടുപോയി ആ മനുഷ്യന്റെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട മാധ്യമയോളി. ഇപ്പൊ കേട്ടല്ലേ, ഇതാണ് സംഭവം. ആദ്യത്തെ വാക്ക് ഇതാണ് അരുൺകുമാറിനെ കുറിച്ച് നമ്മുടെ അഖിൽ മാരാർ അദ്ദേഹം പറയുന്നത്. ആദ്യം എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു വൃത്തികെട്ട മാധ്യമയോളി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ വേടന്റെ സംഭവത്തിൽ തന്നെ വേടന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് അഖിൽ മാരാർ വേടന്റെ ആ ഒരു വാക്കിനെ എതിർത്ത സമയത്ത് അഖിൽ മാരാർ എല്ലാവരും കൂടിയിട്ട് പഞ്ഞി കിട്ടു എയറിലാക്കി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വേടനെതിരെ പറഞ്ഞു, അല്ലെങ്കിൽ വേടന്റെ വാക്കുകൾക്കെതിരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ വേടൻ ആ സമയത്ത് കത്തി നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും കത്തി നിൽക്കുന്നത് പുള്ളിക്കാരൻ. എന്താ വെച്ചാൽ ഇപ്പൊ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അപ്ഡേറ്റ് അറിയാത്തതാണ്. ആ സമയത്ത് വേടൻ എന്ന് പറഞ്ഞാൽ തീയറിയില്ലല്ലോ. ആരൊക്കെ വേടനെതിരെ പറയുന്നു അവരൊക്കെ എയറിലാവുന്ന ഒരു സംഭവമായിരുന്നു. അന്ന് അഖിൽ മാരാർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അഖിൽ മാരാർ ചെറുതായിട്ട് എയറിലായില്ലേ ആ സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അരുൺകുമാറിന്റെ കേസ് ഇങ്ങനെയാണ് കില്ലടക്കുന്നത്. എന്ന് വെച്ചാൽ അരുൺകുമാർ ഇങ്ങനെയാണ് സംസാരം കൊണ്ടും എല്ലാം കൊണ്ടും ആൾക്കാരെ എൻഗേജ്ഡ് ആക്കുകയും എന്താ വെച്ചാൽ ആളുടെ വശത്തിലേക്ക് മാറ്റും. മനസ്സിലായില്ല? എന്താ വെച്ചാൽ സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ സംസാരിക്കുന്ന പോലെ ആക്കി വിടും. എന്ന് വെച്ചാൽ ആളുടെ ഒരു കേട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ സംസാരിച്ച് കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടേയിരിക്കും. എന്താ വെച്ചാൽ എല്ലാ വാർത്താ വിവരണങ്ങളും അല്ലെങ്കിൽ റിപ്പോർട്ട് പരിപാടികളൊക്കെ അങ്ങനെയാണ് അരുൺകുമാറിന്റെ.
നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ കിട്ടില്ല. പിന്നെ ചില മിസ്റ്റേക്കുകളൊക്കെ ആളുടെ ഭാഗത്ത് നിന്ന് വരും, ചില വാക്കുകളൊക്കെ ആൾ പറഞ്ഞിട്ട് തന്നെ ആൾ എയറിലായ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ കണ്ടതാണ് കേൾക്കില്ലല്ലേ. അപ്പൊ അഖിൽ മാരാർ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് ആ ഒരു മരണമടഞ്ഞ സമയത്ത് യാത്ര അയപ്പിനും VS അദ്ദേഹം പറഞ്ഞ മരണമടഞ്ഞ യാത്ര അയപ്പ് സമയത്തും എന്തൊക്കെയോ പറഞ്ഞു. അത് ഞാൻ ന്യൂസ് കണ്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ ബാക്കി കൂടി കേൾക്കാട്ടാ. മാധ്യമയോളി, മാധ്യമ പ്രവർത്തകർക്ക് അപമാനമായി ഇങ്ങനെ തുടരുത്. നിങ്ങൾ വല്ല യൂട്യൂബ് ചാനലും തുടങ്ങുക. നിങ്ങളും ആ മൈത്രേയനെയൊക്കെ പോലുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് ഈ നാടിനെ ഏത് രീതിയിൽ നശിപ്പിക്കാമോ അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളൊരു കോക്കസ് ഉണ്ടാക്കണം. നിങ്ങളുടെ കോക്കസിന് ഈ നാടിനെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിക്കാൻ പറ്റുമോ നിങ്ങളുടെ കോക്കസിലൂടെ അങ്ങനെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കാണും. കാരണം ഇപ്പോൾ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആഹാരമുണ്ട്, പന്നികൾക്കും ആഹാരമുണ്ട്. പന്നികളുടെ ആഹാരം മരമാണ്. അപ്പം മരം നമുക്ക് മോശമാണെന്ന് കരുതി പന്നികൾക്കത് സ്വീകാര്യമാണല്ലോ. അതുപോലെ നിങ്ങളുടെ ആശയങ്ങൾ കേൾക്കാനും നിങ്ങളെ സ്വീകരിക്കാനും ഇവിടെ ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടിയായിട്ട് തുടരാം. പക്ഷേ മാധ്യമ പ്രവർത്തകരെ അപമാനമായി താങ്കൾ ഇങ്ങനെ തുടരരുത്. ഒന്നല്ല, നിരവധി തവണ ഈ കേരള നാടിനെയും നാട്ടുകാരെയും വിഡ്ഢിയാക്കിയ ഒരു മാധ്യമ പ്രവർത്തനമാണ് താങ്കൾ. താങ്കളുടെ വാചാലതയും താങ്കളുടെ മറ്റേ അവതരണവും പരിപാടിയൊക്കെ വെച്ച് ചാനലിന് റേറ്റിംഗ് കിട്ടും. പക്ഷേ സമൂഹത്തിനത് നല്ലതല്ല എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്തയില്ലായ്മ കാണിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ അതാണ് കിലടല്ലേ, കണ്ടില്ലേ, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി തന്തയില്ലാത്തരം കാണിക്കരുത് എന്നാണ് നമ്മുടെ അരുൺകുമാർ അദ്ദേഹത്തോട്, നമ്മുടെ അഖിൽ മാരാർ അദ്ദേഹം പറയുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരനെ നമ്മുടെ മൈത്രയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മൈത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഒരു വ്യത്യസ്തമാണ് കിലടല്ല. പുള്ളിക്കാരൻ്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എന്താ വെച്ചാൽ ഓരോരുത്തരും വ്യത്യസ്തമാണ് കിലട ഓരോ വാക്കുകൾ പറയുമ്പോൾ. മൈത്രേൻ്റെ വാക്കുകൾ കിലട ഭയങ്കരമായൊരു ആളെന്തുവാണോ പറയുന്നത് അതായിരിക്കും ശരി, മനസ്സിലായില്ല. എന്താ വെച്ചാൽ മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ ശരിയിൽ തന്നെ നിൽക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മൈത്രേയൻ കിലട. നമ്മുടെ ആളുടെ വീഡിയോസ് എല്ലാം കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് കണ്ട് മനസ്സിലാക്കിയതാണ്. എന്താ വെച്ചാൽ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ആളുടെ കാഴ്ചപ്പാട് ദൈവമില്ല, ഓക്കെ. ബട്ട് ഞാനൊരു വ്യത്യസ്തമാണ് കിലട. എന്താ വെച്ചാൽ എനിക്കും അങ്ങനെ വിശ്വാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആൾ കുറേ കാര്യങ്ങളിലൊക്കെ ഒരു ഭയങ്കരമായ രീതിയിൽ മാറ്റമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ അഖിൽ മാരാർ പറയുന്നത് അതാണ്. എന്താ വെച്ചാൽ അരുൺകുമാർ, നിങ്ങളും മൈത്രേനെ കൂടി ഒരു ഗ്യാങ് സൃഷ്ടിക്കുക, എന്നിട്ട് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെ പോവുക, അല്ല നിങ്ങൾക്ക് മാധ്യമ പരിപാടി നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. എന്തോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞ കിലട ഞാൻ പറഞ്ഞില്ല. എന്ന് വെച്ചാൽ അരുൺകുമാർ അങ്ങനെയാണ് ചോദിച്ചാൽ കിലടലെ പുള്ളിക്കാരൻ ഓരോരോ ഇപ്പോൾ റിപ്പോർട്ടുകൾ എന്തെങ്കിലുമൊക്കെ പറയാൻ വെച്ച് കഴിഞ്ഞാൽ അത് ആളുടെ വഴിക്ക് എത്തും. ഞാൻ പറഞ്ഞില്ല, എന്ന് വെച്ചാൽ നമ്മളെ ഓഡിയൻസ് കണ്ടിരിക്കുന്നവർ ഇതായിരിക്കും സത്യം എന്ന് നമ്മൾ വിശ്വസിച്ച സംഭവമുണ്ട്. പിന്നെ നമ്മുടെ കുറേ വാർത്തകളില്ല, കുറേ വാർത്തകൾ. എന്ന് വെച്ചാൽ കൊറോണ വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, കൊറോണ വന്ന സമയത്ത് തന്നെ പുള്ളിക്കാരെ ഭയങ്കരമായ രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് തോന്നും, അയ്യോ ഇതിങ്ങനെയാണ് സംഭവം, ജാഗ്രത പാലിക്കണം, അതാണ് ഇതാണ്. എന്ന് വെച്ചാൽ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുക, എന്ന് വെച്ചാൽ ഇവർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഒരു ചെറിയ കാര്യമായിരിക്കും ഇല്ലാത്തത്, പക്ഷെ അത് ഭയങ്കരമായ രീതിയിൽ വലുതാക്കി ഓഡിയൻസിനെ ഭയങ്കരമായ രീതിയിൽ ഒരു ജാഗ്രത പുലരാക്കുക. ആ ഒരു സംഭവത്തിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അഖിൽ മാരാർ അതിനെതിരാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് തന്തയില്ലാത്ത കാര്യവും നിങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് അഖിൽ മാരാർ പറയാനുള്ളത്, അതാണ് പറഞ്ഞത് പുള്ളിക്കാരെ. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനുള്ള മറുപടി എന്തായാലും അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ അവിടെ നമുക്ക് ഉണ്ടാവും എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ വരട്ടെ കിലടല്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് വരാം.